ഞങ്ങളുടെ ആഗ്രഹം പിന്നെ എക്സ്പ്രസും ഫാസ്റ്റ് പാസറും ഒക്കെ പ്രിയദർശിനി ആക്കണം എന്നാണ്. പക്ഷെ ഇപ്പം അതിനുള്ള അല്ല, അങ്ങനെയാണ് അൾട്ടിമേറ്റ്. പക്ഷെ ഇപ്പം അതിനുള്ള ഒരു നിവൃത്തിയില്ല. ഇപ്പം അതിനുള്ള മാർഗം ഇല്ല. അതുകൊണ്ടാണ് റൈറ്റ്. എന്തോ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ ആഴ്ചയും ഇന്നിവിടെ കൂടിയതുപോലെ ഇന്നിപ്പോൾ 9:30 കൂടി 12 മണിക്ക് നിങ്ങൾ വന്നുകൊണ്ട് നിർത്തിയതാണ്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോളം ആഴ്ചയിൽ അതിനുവേണ്ടി ചെലവിടുകയാണ്. എല്ലാ അജണ്ടയും ചർച്ച ചെയ്യും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാൻ ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ട് ഉപയോഗിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് 200 കോടിയിലധികം പ്ലാൻ ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ടിൽ ഈ റോഡ് സേഫ്റ്റിക്കുള്ള ഒരു കോമ്പണന്റ് ഉണ്ട്. അത് ഉപയോഗിക്കുന്ന മാത്രമല്ല, നമ്മൾ അവരിൽ ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ NCC കാഡറ്റ്സ്, നാഷണൽ സർവീസ് സ്കീം, സ്റ്റുഡന്റ് പോലീസ്, അതേപോലെ തന്നെ സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻസ്, മൊത്തത്തിൽ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ യജ്ഞമായിട്ടാണ് നടത്താൻ പോകുന്നത്. അതാത് സമയത്ത് അറിയിക്കാം. പൈസയുണ്ട്, പൈസ കൊടുക്കാത്തതാണ്. ഞങ്ങൾ അത് മേടിച്ചെടുത്തോളാം ഡിപ്പാർട്ട്മെന്റ്. അതിന് ഇടപെടൽ മാത്രമല്ല, അത് ഞാൻ പിന്നെ സമയക്കുറവ് കൊണ്ട് പറയാതിരുന്നതാണ്. 6 പേരല്ലേ സാർ, 6 കമ്മിറ്റി മീറ്റിംഗ്. ഞങ്ങളിപ്പോൾ 6 ഇനം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ ഇതേ ഹാളിൽ തന്നെ നിരന്തരമായ നീണ്ട ചർച്ച നടത്തി. അതിലൊരു സ്റ്റേക്ക് ഹോൾഡറുടെ അടുത്ത് നിങ്ങൾ തന്നെ വന്നിരുന്നല്ലോ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാരുണ്ട്, ട്രക്കുകാരുണ്ട്, ടാക്സിക്കാരുണ്ട്, ഓൺലൈൻ ടാക്സിക്കാരുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബസ്സിൽ തന്നെ സ്റ്റേജ് കാരിയർ എന്ന് പറയുന്ന ടിക്കറ്റ് എടുത്ത് പോകുന്ന ബസ്സുണ്ട്, അല്ലാതെ കോൺട്രാക്ട് കാരേജുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഇനി ആ ട്രക്കിൽ തന്നെ ഇനി നമ്മൾ വലിയ മറ്റേ അപകടങ്ങളൊക്കെ പലപ്പോഴും വിളിച്ചു വരുത്തുന്ന ചില ട്രക്കുകളുണ്ടല്ലോ സ്പീഡിൽ പോയിട്ട്, അവരെല്ലാം നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ ആവശ്യങ്ങൾ, ടിപ്പർ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും സംസാരിക്കുകയാണ്. ഇപ്പം അതിൽ നിങ്ങൾക്കൊരു ഞങ്ങളുടെ മുഖത്ത് വന്ന് അടിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമുക്ക് ബസ്സുകൾ എന്ന് പറയുന്ന ഒരു 25,000 ബസ്സേ ഉള്ളൂ, എല്ലാം കൂടി അപ്രോക്സിമേറ്റ് 25,000. ഇനി എല്ലാം നമ്മൾക്ക് വിട്ടുപോയതടക്കം 30,000 താഴെയുള്ളൂ. പക്ഷേ നിങ്ങളെ അതിശയിപ്പിക്കുന്നതുമായിരിക്കും, ട്രക്കുകളുടെ എണ്ണം 6 ലക്ഷമാണ്. 6 ലക്ഷം ചെറുതും വലുതുമായ ട്രക്കുകളുണ്ട്, 4 വീലർ ട്രക്ക്. അതിൽ 50, 60, 70 ലക്ഷം രൂപ വരെയുള്ള ട്രക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ കണക്കുകൂട്ടിയത് 3 ലക്ഷം കോടിയിലധികം രൂപ ട്രക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മുടക്കിയിട്ടുണ്ട്. 3 ലക്ഷം കോടി നമ്മുടെ ടോട്ടൽ ബജറ്റിന്റെ ഇരട്ടിയാണ്, അതൊരു വാർഷിക ബജറ്റിന്റെ. അപ്പോൾ ഇത് ഈ വാഹന മേഖലയിൽ സാധാരണക്കാർ മുടക്കിയിട്ടുള്ള പൈസ. ഇത് കോർപ്പറേറ്റുകളൊന്നുമല്ല, അല്പം സമ്പന്നരും ഇടത്തരക്കാരുമായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ്. അവർ തന്നെയാണ് പലരും വണ്ടി ഓടിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ചിലർ കുടുംബസമേതം വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വാഹന മേഖല എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെയും ശ്രദ്ധ വരേണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള നിക്ഷേപകർ അവർക്കെല്ലാം നമ്മൾ ചില വെൽഫെയർ പദ്ധതികളെ കുറിച്ചൊക്കെ അവരുടെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അവരുമായി സംസാരിച്ച് സബ് കമ്മിറ്റികളൊക്കെ വെച്ച് അവരെയൊക്കെ നമ്മൾ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരും. സാധാരണ ഇത്തരം സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് ഒന്നും നടക്കാറില്ല. പ്രത്യേകിച്ച് മന്ത്രിമാർ പങ്കെടുത്ത സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് നടന്നിട്ടേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ 6 മാസം കൂടുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണും. അവരുടെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവർക്ക് അയച്ചു തരാം. ഈ ഹാളിൽ തന്നെയാണ് അവരുണ്ടാവുക. പ്രധാന സമയത്ത് നിങ്ങളെയും കൂടെ വിളിക്കാം. ലൈക്ക് ദാറ്റ്. അതിന്റെ കുറച്ച് സാങ്കേതികമായ കാര്യമായതുകൊണ്ട് ഞാനിപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നില്ല. പക്ഷെ അത് ലിബറൽ ആയിരിക്കും. അത് ഉടനെ ഇറക്കും. 2 ഉള്ളൂ, 4 കോടി. അത്തരം ബസ്സുകൾ കണ്ടമാനം വാങ്ങിക്കുന്നത്
നമ്മുടെ പോളിസി അല്ല. പക്ഷെ വാങ്ങിയത് നമ്മൾ ഉപയോഗിക്കും. സമയമെടുക്കട്ടെ, ഒന്നിരിക്കട്ടെ. അല്ല, അത് വേണ്ടി വരുമല്ലോ, ലോങ് റണ്ണിൽ നമുക്ക് വേണ്ടി വരുമല്ലോ, നമുക്ക് ആളുകൾ വേണം. പിന്നെ താൽക്കാലിക ഡ്രൈവർമാരെയൊക്കെ വെച്ച് ഓടിക്കുമ്പോൾ അവരും ഇപ്പം ഞാൻ ഗവേഷണ പ്രബന്ധങ്ങൾ കണ്ടു. ഈ ഡ്രൈവർമാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആളുകൾ വലിയ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ടെൻഷനും അവരുടെ വരുമാനമില്ലായ്മയൊക്കെ വെച്ച്. അതുകൊണ്ട് ഡ്രൈവർമാർ കഴിയുന്നത് ഇപ്പോൾ ലോങ് റൂട്ടിൽ ഓടുന്നവരൊക്കെ പെർമനന്റ് ആക്കണം എന്നുള്ളൊരു പൊതു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാം പറ്റില്ല. അതൊക്കെ സ്വിഫ്റ്റൊക്കെ ഒന്നും ഇപ്പം എടുത്തിട്ടില്ല, എന്തായാലും ഞാൻ ഒരു അനൗൺസ്മെന്റ് കൂടെ പറയാൻ നിങ്ങൾ കൊടുത്തതാണ്. നമ്മുടെ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട് അന്ന് ഞാനത് അനൗൺസ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല. അത് ആ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി. കെ പത്മകുമാർ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞു. അവർ ഹിയറിംഗ് വയ്ക്കുന്നുണ്ട്. ആ കമ്മിറ്റി എന്തായാലും 1 മാസം 1.5 മാസം കൊണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ തരുന്നതായിരിക്കും. ആദ്യത്തെ യോഗം കഴിഞ്ഞു. പ്രതിസന്ധിയൊന്നുമില്ല, അതൊക്കെ പരിഹരിക്കാം. അപ്പോൾ 60 ആളെ വെച്ചല്ലോ, 60 പേരെ PSC വെച്ചു. അപ്പോൾ അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, നമുക്ക് പത്രസമ്മേളനത്തിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും നന്ദി. ഇനിയും ഞങ്ങളുടെ വകുപ്പിനെയും നമ്മുടെ പ്രിയദർശിനിയെയും എല്ലാം സഹായിക്കണം. വിമർശനങ്ങളും ആവാം, വിമർശനങ്ങളോട് യാതൊരു അസഹിഷ്ണുതയില്ല. ചിലർ നന്നായി വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ചവരോടോ വിമർശനങ്ങളോടോ യാതൊരു അസഹിഷ്ണുതയില്ല. ക്രിട്ടിക്കലായിട്ട് തന്നെ നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തോളൂ. നമുക്ക് അവസാനിപ്പിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, മോഡിഫിക്കേഷന്റെ കാര്യം അത് പറയാം. ഒരു ഗുഡ് ക്വസ്റ്റ്യൻ, അതുപോലെ ഡിസ്കസ് ചെയ്തു. ഈ മോഡിഫിക്കേഷനിൽ അവർ തന്നെ പറയും വോക്കൽ എന്നുള്ളൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വലിയ സ്പീക്കറുകൾ പുറത്തേക്ക് കേൾപ്പിച്ചിട്ട്, ഒരു കുട്ടി മരിച്ചുപോയി, വണ്ടിയിൽ പാട്ട് വെച്ച് പുറത്തു നിന്ന് നൃത്തം ചെയ്ത് ആ വണ്ടി സ്റ്റാർട്ടായി അല്ലേ? ഒരു കാര്യം ഞാൻ കർശനമായിട്ട് പറയാം, ഈ ഗവൺമെന്റ് പൊതുവിൽ വളരെ പെർമിറ്റിംഗ് ഗവൺമെന്റാണ്, അല്ല അനുവദിക്കുന്ന ഗവൺമെന്റാണ്. ലിമിറ്റ് ചെയ്ത് പോവല്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ്, നമ്മൾ കൊടുക്കുന്ന മൃദുഭാവത്തിലുള്ള അനുവാദങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും ദുരന്തങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്താൽ കർശനമായ നടപടികളുണ്ടാവും, വാഹനം കണ്ടുകെട്ടും. അതുകൊണ്ട് വോക്കൽ വെച്ചവരൊക്കെ, ആ ചോദ്യം ചോദിച്ചത് നന്നായി, വോക്കൽ വെച്ചവരൊക്കെ വേഗം അഴിച്ചോളണം. ഏത് സമയത്തും വാഹനം പിടിക്കും. അത് ബാക്കിയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കളർ മാറ്റുക തുടങ്ങിയിട്ടുള്ള അതൊക്കെ അനൗൺസ് ചെയ്യാം. ടെക്നിക്കലായിട്ട് നമ്മൾ പത്രസമ്മേളനത്തിലല്ല അത് പറയേണ്ടത്, അല്ലേ? അത് പറയുമല്ലോ, അത് കൃത്യമായിട്ട് അത് അനുവദിക്കുന്നുണ്ട്, അത് പറയുന്നതാണ്.